അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമളാൻ മാസം വളരെ അവിചാരിതമായി നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ പത്തിലെ ധന്യമായ ഏറ്റവും മഹത്വമായ രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തെത്തി കഴിയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സഹാബത്തിൻ്റെയും അവസ്ഥകളെ പറ്റിയിട്ട് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അവസാനത്തെ പത്തിൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കുകയും സഹാബത്തിനെ അതിന് പ്രേരിപ്പിക്കുകയും തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാൾ പോരിശയുള്ള അനുഗ്രഹീതമായ രാവിൽ ഇബാദത്തെടുക്കാൻ വേണ്ടി പള്ളികൾ മുഴുവനും ഹയാത്താക്കി, രാവുകളെ പകലുകളാക്കി നമ്മളെല്ലാവരും ഇബാദത്തുകളുമായി കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖദറിൻ്റെ പ്രഭാതമാകുമ്പോൾ മാലാഖമാരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചുകൊണ്ട് ആകാശലോകത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മാലാഖമാർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമത്രേ, അല്ലയോ ജിബ്രീൽ, ഈ രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ എന്താണ് അല്ലാഹു തആല വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മലക്ക് തൻ്റെ മറ്റുള്ള മാലാഖമാരോട് പറയുന്നത്, അല്ലാഹു തആല ഈ സമയത്ത്, ഈ രാവിലെ, ഇന്നല്ലാഹ നളറ ഇലൈഹിം ബിറഹ്മതി, കാരുണ്യത്തോടെ ജനങ്ങളിലേക്ക് അല്ലാഹു നോക്കുമെന്നുള്ളതാണ്. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ 4 വിഭാഗത്തിന് അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയോ 4 വിഭാഗത്തിലേക്ക് അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയോ ആ 4 വിഭാഗത്തിന് കാരുണ്യത്തോടെ പടച്ചവനെ നോക്കുകയോ ഈ ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് എടുത്തതിൻ്റെ പുണ്യം കൊടുക്കുകയോ ചെയ്യുന്നതല്ല. ആ 4 വിഭാഗത്തിൽ പെടുവാതിരിക്കാൻ വേണ്ടി ഇനിയുള്ള രാവുകളിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുമ്പോൾ ഒരു മുൻകരുതലെന്നോളം നമുക്ക് ആ തിന്മകളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നു മാറി അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഏറ്റവും ഫലപ്രദമായ മർമ്മപ്രധാനമായ റമളാനായി ഈ റമളാനെ മാറ്റാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ഈ ഇനിയുള്ള രാവുകൾ ഹയാത്താക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ 4 വിഭാഗത്തിൽ ലൈലത്തുൽ ഖദറിൽ ഇബാദത്തെടുക്കുമ്പോൾ അതിൻ്റെ പുണ്യം ലഭിക്കാതെ പോയ 4 വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, മുദ്മിനുൽ ഖംറി, മദ്യവുമായി ബന്ധപ്പെട്ടവനാണ്, കള്ളുകുടിയുമായി ബന്ധപ്പെട്ടവനാണ്. റമളാൻ മാസം എത്തിയിട്ടും പശ്ചാത്തപിക്കണമെന്നുള്ള ബോധമില്ലാതെ മദ്യം മുഖ്യമായി കണ്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ ഏതു പള്ളിയിൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതീക്ഷയോടെ ഇബാദത്തെടുത്താലും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതല്ല, കാരുണ്യത്തിൻ്റെ നോട്ട് നോക്കുന്നതല്ല. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ജിബ്രീൽ മലക്കുകളോട് പറഞ്ഞുവത്രേ, വഅഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ്. പാവപ്പെട്ട മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും അതല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ വെറും വേലക്കാരായി മാറുകയും അടിമകളായി കാണുന്നത് പോലെ മാതാപിതാക്കളെ കാണുകയും കാരുണ്യത്തോടെ അവരെ നോക്കാതെ പള്ളിയിൽ വന്ന് എഴുത്തിക്കാഫിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈലത്തുൽ ഖദറിൽ ഇബാദത്തെടുത്ത പുണ്യം അല്ലാഹുവിന് കൊടുക്കുന്നതല്ല, കാരുണ്യത്തോടെ പടച്ചവൻ അവനെ നോക്കുന്നതുമല്ല. മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഖാത്തിഉർ റഹ്മാണ്, കുടുംബബന്ധം മുറിക്കുന്നവനാണ്. കുടുംബബന്ധം ചേർക്കാനും കുടുംബബന്ധം ഇങ്ങോട്ട് മുറിക്കുന്നവരെ അങ്ങോട്ട് ചേർക്കാനും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ കുടുംബക്കാരെ തമ്മിൽ പിണങ്ങിക്കഴിയുകയും ബന്ധം ചേർക്കാതിരിക്കുകയും ബന്ധം മുറിക്കുകയും ചെയ്ത ഒരാൾ പള്ളിയിൽ വന്ന് എഴുത്തിക്കാഫിരുന്നത് കൊണ്ടോ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചത് കൊണ്ടോ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് നബി തങ്ങൾ പറയുന്നത്. നാലാമത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നവൽ മഷാഹിനോ, പരസ്പരം പിണങ്ങിക്കഴിയുന്നവരാണ്. പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയാനോ പാടുള്ളതല്ല. അതിനിടയിൽ ചെന്ന് മിണ്ടേണ്ടവരോട് നമ്മൾ മിണ്ടുകയും പരസ്പരം പൊരുത്തപ്പെടുവിക്കുകയും പരസ്പരം സഹോദരങ്ങളായി കഴിയുകയും വേണം എന്നുള്ളതാണ്. ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ മദ്യവുമായി ബന്ധപ്പെടുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കുടുംബബന്ധം മുറിക്കുകയും പിണങ്ങിക്കഴിയുകയും ചെയ്യുന്ന 4 വിഭാഗത്തിന്
അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദറിൽ അള്ളാഹു കാരുണ്യത്തോടെ നോക്കുമെന്ന് പറഞ്ഞ, പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നിന്ന് ഈ 4 വിഭാഗത്തെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ വോയിസ് മെസ്സേജ് കിട്ടുന്ന എല്ലാ സഹോദരങ്ങളും ആ വിഭാഗത്തിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുകയും ആത്മാർത്ഥമായി അള്ളാഹു നമ്മളെ മേലിൽ ആ ഒരു 4 തെറ്റുകൾ ചെയ്യുന്നവരിൽ പെടുത്താതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അനുകൂലമായി ഈ വിശുദ്ധമായ റമദാന് സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.